സങ്കീർത്തനങ്ങൾ 21:7 വാക്യം. രാജാവ് യഹോവയിൽ ആശ്രയിക്കുന്നു, അത്യുന്നതന്റെ കാരുണ്യം കൊണ്ട് അവൻ കുലുങ്ങാതിരിക്കും. ജീവവചന പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ആശ്രയവും അത്യുന്നതന്റെ കാരുണ്യവും എന്നൊരു വിഷയമാണ് നാം ഈ പ്രഭാതത്തിൽ ചിന്തിക്കുവാൻ ധ്യാനിക്കുവാൻ താല്പര്യപ്പെടുന്നത്. കുടുംബങ്ങളെ, കഷ്ടതകളുടെ മുൻപിൽ കുലുങ്ങിപ്പോകുന്നവരാണ് എല്ലാ മനുഷ്യരും. എന്നാൽ അത്യുന്നതനായ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയം വെച്ചിരിക്കുന്ന ഒരു ഭക്തൻ തൻ്റെ കഷ്ടതയുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ കുലുങ്ങിപ്പോകുവാൻ ഇടയാകുകയില്ല. കാരണം അവൻ ആശ്രയിച്ചിരിക്കുന്നത് ദൈവത്തിലാണ്. അത്യുന്നതനായവന്റെ കാരുണ്യം കൊണ്ട് അവൻ കുലുങ്ങിപ്പോകാത്തവനായി നിലനിർത്തപ്പെടും. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു: ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. പ്രിയരെ, ഒരു വിശ്വാസിക്കെതിരെ എപ്പോഴും പോരാടി നിൽക്കുന്ന 3 ശക്തികളാണ് ലോകം, ജഡം, പിശാച്. ഇവയുടെ പോരാട്ടം പലപ്പോഴും വിശ്വാസികളെ തങ്ങളുടെ വിശ്വാസത്തിലും ആശ്രയത്വത്തിലും തളർത്തിക്കളയാറുണ്ട്. ചിലപ്പോൾ ഇവ ജയിച്ചു നിൽക്കാറുമുണ്ട്. അപ്പോഴും ഇവയ്ക്ക് പിടികൊടുക്കാതെ നിൽക്കുന്ന ഭക്തന്മാർക്ക് ദൈവത്തിന്റെ കാരുണ്യത്താൽ തങ്ങളുടെ പ്രശ്നങ്ങളുടെ നടുവിൽ രക്ഷ ലഭിക്കുന്നു. അവർ കുലുങ്ങിപ്പോകുവാൻ അത്യുന്നതൻ സമ്മതിക്കുന്നില്ല. അവരുടെ ലക്ഷ്യത്തിൽ നിന്നും
അവർ കുലുങ്ങിപ്പോകുന്നില്ല. കാരണം അവരുടെ മേൽ അത്യുന്നതന്റെ കാരുണ്യം വെച്ചിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഒരിക്കലും ഇളകാത്ത, ഒരിക്കലും കുലുങ്ങാത്ത സിംഹാസനത്തിൽ ഇരിക്കുന്നവനാണ് അത്യുന്നതനായ ദൈവം. ഭക്തൻ ആശ്രയിച്ചിരിക്കുന്നത് ഇളകാത്ത രാജ്യത്തിലെ, ഇളകാത്ത സിംഹാസനത്തിലെ, കുലുങ്ങാത്ത രാജാതിരാജാവിനെയാണ്. ഭൂമിയിലെ ഏത് സിംഹാസനവും ഇളകും, ഏതു രാജസ്ഥാനങ്ങളും കുലുങ്ങും, ഏത് ഭരണ സംവിധാനങ്ങളും കുലുങ്ങിപ്പോകും. ദാവീദ് എന്ന രാജാവിന് അറിയാമായിരുന്നു, ലോകം, ജഡം, പിശാച് എന്നീ ശത്രുശക്തികളാൽ എൻ്റെ സ്ഥാനം, എൻ്റെ സിംഹാസനം കുലുങ്ങിപ്പോകുവാൻ സാധ്യതയുള്ളതാണ് എന്ന്. ദാവീദ് ഒരു ദൈവഭക്തനും ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടവനുമായിരുന്നതിനാലും തൻ്റെ മേലുള്ള ദൈവിക പദ്ധതിയും ഉദ്ദേശവും തനിക്ക് ബോധ്യമുണ്ടായിരുന്നതിനാലും താൻ ദൈവത്തിൽ തന്നെ ആശ്രയിച്ചു. അതുകൊണ്ട് തൻ്റെ കഷ്ടതകളുടെയും തൻ്റെ രാജസ്ഥാനം ഇളക്കി മറിക്കുവാൻ പ്രതിയോഗി എഴുന്നേൽപ്പിച്ചവർ സൃഷ്ടിച്ച പ്രതിസന്ധികളുടെയും നടുവിൽ താൻ കുലുങ്ങിപ്പോകുവാൻ അത്യുന്നതന്റെ കാരുണ്യത്താൽ ഇടയായില്ല. സിയോനിലെ രാജാവ് വാഴുന്ന സിംഹാസനം ഒരിക്കലും ഇളകാതിരിക്കുന്നത് അത്യുന്നത ദൈവത്തിന്റെ കരുണയാലാണ് എന്ന സങ്കീർത്തനത്തിൽ വ്യക്തമായി വായിക്കുന്നു. അവൻ തന്റെ ഉദ്ദേശങ്ങളിൽ നിന്ന് കുലുങ്ങിയില്ല, തന്റെ കഷ്ടതകളിൽ കുലുങ്ങുകയില്ല, തന്റെ ശത്രുക്കൾ നിമിത്തം കുലുങ്ങിയില്ല. പ്രിയരെ, ഇവിടെയുള്ള എല്ലാ സിംഹാസനങ്ങളും, എല്ലാ ഉറപ്പുള്ള നിർമ്മിതികളും, ഏത് ഭരണകൂടങ്ങളും, വാഴ്ചകളും, അധികാരങ്ങളും കാലക്രമേണ സാഹചര്യ സമ്മർദ്ദങ്ങളുടെ വെളിച്ചത്തിൽ ഇളകിപ്പോകുന്നതാണ്. മനുഷ്യൻ ആശ്രയം വെച്ചിരിക്കുന്ന എല്ലാ ശക്തി കേന്ദ്രങ്ങളും മാറിപ്പോകും. എന്നാൽ ഭക്തൻ ആശ്രയം വയ്ക്കുന്ന കൃപാസനം ഒരിക്കലും ഇളകിപ്പോകുകയില്ല, ഒന്നിനാലും കുലുങ്ങി നശിച്ചു പോവുകയുമില്ല. ആകയാൽ നാം ഇളകിപ്പോകാത്ത ആ കൃപാസനത്തോട് അടുത്തു വരികയും ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി ആശ്രയിക്കുകയും ചെയ്യുന്നവരാകണം. അവിടെ നിന്നും നമുക്ക് ആവശ്യമുള്ള സൗഖ്യവും ആരോഗ്യവും സമാധാനവും സന്തോഷവും ആനന്ദവും വിടുതലുകളും ഉദ്ധാരണവും ക്രമീകരണങ്ങളും ആലോചനകളും നടത്തിപ്പും കാവലും കരുണയും കൃപയും സഹായവും സഹതാപവും ലഭ്യമാണ്. നമ്മുടെ കഷ്ടതകളിൽ കുലുങ്ങിപ്പോകാതിരിക്കുവാൻ ധൈര്യത്തോടെ കൃപാസനത്തോടടുത്തു വന്ന് കൃപയ്ക്കായി അധികം ആശ്രയം വയ്ക്കുക. എന്നാൽ അവനിലുള്ള ആശ്രയത്താൽ നമുക്കും കുലുങ്ങാതെ ജീവിക്കുവാൻ കഴിയും. നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ സാധ്യമായി തീരുകയും ചെയ്യും. കൂടപ്പിറപ്പുകളെ, നിങ്ങൾ കുലുങ്ങിപ്പോകുന്നവരാകരുത് എന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് നമ്മയും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങൾ കുലുങ്ങിപ്പോകരുത്. ലോകം, ജഡം, പിശാച് എന്നിവ നിങ്ങളുടെ മുൻപിൽ തോൽക്കുവാനിടയാണ്. നോക്കൂ, ലോകവും ജഡവും പിശാചും തോൽക്കുവാൻ സാധ്യതയുള്ള ഒരേ ഒരു കൂട്ടം ദൈവത്തിൽ ആശ്രയം വെച്ച, കർത്താവിൻ്റെ കൽപ്പനയും പ്രമാണവും അനുസരിച്ച, വേർപെട്ട് ദൈവത്തെ ആരാധിച്ചും മഹത്വപ്പെടുത്തുന്ന, ജീവിതത്തിൽ വിശുദ്ധി സൂക്ഷിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ അല്ലെങ്കിൽ കർത്താവിൽ ആശ്രയം വെച്ചിരിക്കുന്ന വിശ്വാസികളുടെ മുൻപിൽ മാത്രമാണ്. നിങ്ങളുടെ കഷ്ടതകളിൽ, പ്രതികൂല വേളകളിൽ, അപ്രകാരമുള്ള ഏത് സാഹചര്യങ്ങളിൽ നിങ്ങളെ ഉദ്ധരിക്കുവാൻ കഴിവുള്ളവൻ നിശ്ചയമായി നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വരിക തന്നെ ചെയ്യും. നിങ്ങൾ അല്പസമയത്തേക്ക്, നിങ്ങൾ അല്പ ദിവസങ്ങളിലേക്ക് വിലപിക്കുന്നവരായി കഴിഞ്ഞേക്കാം. എന്നാൽ നിങ്ങളുടെ വിലാപങ്ങളെ നീക്കി സന്തോഷം പകരുന്നവൻ, നിങ്ങളെ രട്ടടിച്ച് സന്തോഷം ഉടുപ്പിക്കുന്നവൻ നിങ്ങൾക്കായി ആ കൃപാസനത്തിൽ ഇരിക്കുന്നുണ്ട്. നിങ്ങളെ ഓർത്ത് വിലപിക്കുന്നവരും സഹതപിക്കുന്നവരും നിങ്ങൾക്ക് മുൻപിൽ കണ്ടേക്കാം. അവരുടെ വിലാപം കൊണ്ടും സഹതാപം കൊണ്ടും നിങ്ങൾക്കൊരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല. എന്നാൽ കൃപാസനത്തോടടുത്തു വന്ന് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് ദൈവത്തിൻ്റെ കരുണയ്ക്കായി അപേക്ഷിച്ചാൽ അവൻ്റെ ചങ്കിലെ ചോര ഊറ്റിക്കൊടുത്ത് വീണ്ടെടുത്തവൻ നിങ്ങൾക്കായി പിതാവിനോട് അപേക്ഷിക്കുകയും പിതാവിൽ നിന്ന് നിങ്ങൾക്ക് സഹതാപവും സഹായവും കരുണയും കൃപയും പകരപ്പെടുകയും ആയതിനാൽ നിങ്ങൾ കുലുങ്ങിപ്പോകാതിരിക്കുകയും ചെയ്യും. ദൈവത്തിൽ പൂർണ്ണ ആശ്രയം വെപ്പീൻ. മനുഷ്യന്റെ സഹതാപത്തിനും മനുഷ്യന്റെ സഹായത്തിനും വേണ്ടി കാത്തു നിൽക്കാതെ
പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സഹതാപവും സഹായവും നമുക്ക് ലഭ്യമായാൽ അതിൽ പരം വേറൊരു ആശ്വാസവും അനുഗ്രഹവും വേറെ ഇല്ല എന്ന് തിരുവചനം പഠിപ്പിക്കുന്നതിനാൽ നാം കുലുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് വേണ്ടി, നാം കലങ്ങിപ്പോകാതിരിക്കേണ്ടതിന് വേണ്ടി, ദൈവത്തിൻ്റെ കാരുണ്യത്താൽ നാം ഉറച്ചു നിൽക്കുന്നവരായി തീരേണ്ടതിന് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായവും നടത്തിപ്പും നമുക്ക് ചോദിക്കാം. പ്രാർത്ഥനയ്ക്കായി കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ വചനം വായിച്ച് കേട്ട് ധ്യാനിച്ച് ബലപ്പെടുവാൻ പിതാവേ തന്നിരിക്കുന്ന അവസരത്തിനായി സ്തോത്രം. കേൾക്കപ്പെട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ അർപ്പിച്ചുണർത്തിയ ഈ നല്ല ആലോചനയുടെ മുൻപാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, ദൈവത്തിൻ്റെ കാരുണ്യത്താൽ ഉറച്ചു നിൽക്കുന്നവരായി തീരുക, കർത്താവിൻ്റെ കരുണ അനുഭവിക്കുന്നവരായി നിലകൊള്ളുവാൻ ഇന്ന് പകലിലും ഞങ്ങളെ സഹായിക്കണമേ, ബലപ്പെടുത്തണമേ. ലോകം, ജഡം, പിശാച് എന്നീ ശക്തികൾ ഞങ്ങളുടെ മുൻപിൽ തോൽക്കുവാൻ ഇടയാകട്ടെ. ഞങ്ങൾ അവയുടെ മുൻപിൽ തോറ്റു നിൽക്കുന്നവരായിട്ടല്ല, അവയുടെ മുൻപിൽ അവയെ ജയിച്ചവരായി നിൽക്കുവാൻ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ തല ഉയർത്തി കർത്താവിന് മഹത്വം അർപ്പിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുന്നവൻ കൃപയ്ക്കായി സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക്. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.